തിരുവനന്തപുരത്ത് MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN LDF-ലെ പ്രധാന ഘടകകക്ഷിയായ CPI ഉൾപ്പെടെ വലിയ ആരോപണം ഉന്നയിച്ച തൃശൂർ പൂരം അലങ്കോലമാക്കലിലാണ് ഇപ്പോൾ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ എന്ന ഒറ്റ പേരിലേക്ക് എല്ലാ കുറ്റങ്ങളും മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ CPI ഉന്നയിച്ച ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല, ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്നതാണ് ADGP MR അജിത് കുമാർ DGP-ക്കും മുഖ്യമന്ത്രിക്കും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായും ഉണ്ടായ വീഴ്ച സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഏകോപനത്തിൽ പിഴവുണ്ടായി. ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് അനുനയിപ്പിക്കുന്നതിനുൾപ്പെടെ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്നും പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥരെയാണ് പല ഘട്ടങ്ങളിലും പലയിടങ്ങളിൽ നിയോഗിച്ചത്. ഇതാണ് പൂരം അലങ്കോലമാക്കാനും വീഴ്ചകൾ ഉണ്ടാകാനും കാരണമായത്. പക്ഷേ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നതുമാണ് 1300 പേജുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മീഷണറുടെ മുകളിലുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും ആർക്കും തന്നെ പരാമർശമില്ല. കാരണം ഈ ഉത്തരവാദിത്തം സിറ്റി പോലീസ് കമ്മീഷണറിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിൽ ഉത്തരവാദിത്തപ്പെട്ട മുകൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, DIG ഉണ്ട്, IG ഉണ്ട്. ഒപ്പം ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ADGP MR അജിത് കുമാർ ഉൾപ്പെടെ ഇതിൻ്റെ ചുമതലയിൽപ്പെട്ട ആളാണ്. പക്ഷേ ഇവർക്കെതിരെ ഒന്നും തന്നെ ഇതിൽ പരാമർശങ്ങളില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പൂർണ്ണമായും കോൺഗ്രസും ഒപ്പം CPI-യും തള്ളുന്നൊരു സാഹചര്യമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. താങ്ക് യു MG പ്രതീഷ്.